10ാം ഓവറിൽ ഇസോദിക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ ഇഷാൻ കിഷനെ ചേർത്ത് പിടിക്കാൻ സൂര്യകുമാർ യാദവ് ഓടിയെത്തി. ഒപ്പം ഗൗതം ഗംഭീറും. T20യിൽ ഇന്ത്യക്കെതിരെ 300 റൺസ് അടിച്ചാൽ പോലും ചിലപ്പോൾ പോരാതെ വരും. മത്സരശേഷം ന്യൂസിലൻഡ് നായകൻ മിച്ചൽ സാന്റ്നർ ചിരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പക്ഷേ അയാളുടെ മുഖത്ത് ആ നിസ്സഹായ ഭാവം നിഴലിച്ചു കിടപ്പുണ്ടായിരുന്നു. എല്ലാ സാമ്രാജ്യങ്ങളും തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ T20യിൽ മാത്രം ഇന്ത്യയുടെ ഡൊമിനൻസിനെ ചോദ്യം ചെയ്യാൻ ലോക ക്രിക്കറ്റിലെ ജയന്റ് ടീമുകൾക്കൊന്നും കഴിയാത്തത് എന്തുകൊണ്ടാകും? കഴിഞ്ഞ T20 ലോകകപ്പിന് ശേഷം ഈ ടെറിട്ടറിയിലേക്ക് കയറി വന്നവരെയൊക്കെ ഇന്ത്യ അരിഞ്ഞുവെട്ടിയിട്ടുണ്ട്. ഒറ്റ ടൂർണമെൻറ്റോ പരമ്പരയോ തോറ്റിട്ടില്ല. റായ്പൂരിൽ ഇന്നലെ 6 റൺസ് എടുക്കുന്നതിനിടെ വീണ ഓപ്പണർമാർ. അഭിഷേക് ശർമ്മയുടെ വിക്കറ്റിന് ശേഷം ഡെവോൺ കോൺവേയുടെ സെലിബ്രേഷൻ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം തീർന്നുവെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു തന്നപ്പോൾ. ഏറെക്കാലമായി അഭിഷേക് ശർമ്മയെ വല്ലാതെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെന്നൊരു വിമർശനം ക്രിക്കറ്റ് സർക്കിളുകളിൽ പരക്കെയുണ്ട്. അയാൾ വീണുപോയാൽ കളിയുടെ മൊമെൻറ്റം മാറുന്നു എന്ന് പലരും ഒരേ സ്വരത്തിൽ പറയാറുണ്ട്. അയാളുടെ കൺസിസ്റ്റൻസിയാണ് ഇന്ത്യയുടെ വിജയമന്ത്രം എന്ന് പലരും എഴുതിപ്പിടിപ്പിക്കാറുണ്ട്. അതിൽ ചില ശരികളുമുണ്ട്. ഇന്ത്യൻ ജേഴ്സിയിൽ 2 തവണയെ അഭിഷേക് സമ്പൂജനായി മടങ്ങിയിട്ടുള്ളൂ. റായ്പൂരിൽ ഗോൾഡൻ ഡക്കായിരുന്നു അഭിഷേക്. നിശബ്ദമായി കിടക്കുന്ന ഗാലറികൾക്ക് മുന്നിലൂടെ സൂര്യകുമാർ യാദവ് പിച്ചിലേക്ക് നടന്നെടുത്തു. അപ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ആകെ ഉണ്ടായിരുന്നത് വെറും 6 റൺസ്. 2 ഓവർ പിന്നിടുമ്പോൾ അത് 8 ആയിരുന്നു. എന്നാൽ പവർ പ്ലേ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ പിന്നെ തെളിഞ്ഞത് 75 റൺസാണ്. അടുത്ത 4 ഓവറിൽ ഇഷാൻ കിഷനും സൂര്യയും ചേർന്ന് അടിച്ചെടുത്തത് 67 റൺസ്. സാന്റ്നറുടെ കണക്കുകൂട്ടലുകളെയൊക്കെ ഇഷാൻ കിഷൻ തെറ്റിച്ച് കളഞ്ഞത് ആ 4 ഓവറുകളിലാണ്. 23-കാരൻ സാക് ഫോക്സ് തൻ്റെ കരിയറിൽ പെട്ടെന്ന് മറന്നു കളയാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. 3 ഓവറാണ് ആകെ എറിഞ്ഞത്. 22 എക്കോണമിയിൽ വാങ്ങിക്കൂട്ടിയത് 67 റൺസ്. 2ാം ഓവറിൽ സാന്റ്നർക്ക് ലഭിച്ച കോൺഫിഡൻസിനെ 3 ഓവർ കൊണ്ട് അയാൾ തീർത്ത് കയ്യിൽ കൊടുത്തു. T20 ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിക്കും മുമ്പ് വരെ ഇഷാൻ കിഷൻ ഔട്ട് ഓഫ് ദി സിലബസ് ആയിരുന്നു. ഏറെക്കാലമായി ഇന്ത്യൻ ടീമിന് പുറത്തിരിക്കുന്ന അയാളെ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പ്രകടനങ്ങൾ കണ്ട് മാത്രം ടീമിലെടുക്കുമോ? ക്രിക്കറ്റ് സർക്കിളുകളിലെ ചർച്ചകളിൽ വലിയ രീതിയിൽ അയാളുടെ പേര് ആരും അപ്പോൾ കണ്ടിരുന്നില്ല. ഒടുവിൽ ടീം പ്രഖ്യാപനമെത്തി. 785 ദിവസങ്ങൾക്ക് ശേഷം ഇഷാൻ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുന്നു. നാഗ്പൂരിൽ 5 പന്തിൽ 8 റൺസായിരുന്നു സമ്പാദ്യം. എന്നാൽ റായ്പൂരിലെത്തിയപ്പോൾ കഥ മാറി. ടീം ഒന്നടങ്കം സമ്മർദ്ദത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. അപ്പോൾ സ്കോർ ബോർഡിൽ 2 അക്കം തെളിയും മുമ്പേ വീണ 2 വിക്കറ്റുകൾ ആരാധകരെ ഭീതിപ്പെടുത്തി. എന്നാൽ ഇഷാൻ ആ സമ്മർദ്ദങ്ങളെ മുഴുവൻ 4 ഓവറിനുള്ളിൽ അടിച്ച് ഗാലറിയിലിട്ടു. പവർ പ്ലേയിൽ തന്നെ അർദ്ധ സെഞ്ചുറി, അതും വെറും 21 പന്തിൽ. ആ സമയം സൂര്യയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 8 പന്തിൽ 8 റൺസായിരുന്നു എന്നോർക്കണം. ഫോക്സ് എറിഞ്ഞ 3ാം ഓവറിൽ 1 സിക്സും 3 ഫോറും സഹിതം ഇഷാൻ അടിച്ചെടുത്തത് 24 റൺസാണ്. കളിയുടെ മൊമെൻറ്റം ചേഞ്ച് ആകുന്നത് അവിടെ മുതലാണ്. ഡഫി എറിഞ്ഞ 4ാം ഓവറിൽ 2ഉം സാന്റ്നറിൻ്റെ 5ാം ഓവറിൽ 3 ഫോറുകൾ. പവർ പ്ലേയിലെ അവസാന ഓവർ എറിയാനെത്തിയത് സഞ്ജുവിന് വീഴ്ത്തിയ മാറ്റ് ഹെൻറിയുടെ 3ാം പന്തിനെ സ്ക്വയർ ലെഗിലൂടെ ഗാലറിയിലേക്ക് പറത്തി ഇഷാൻ. തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി അടിച്ച് അർദ്ധ സെഞ്ചുറികൾ തുടർന്നു. കിവീസിനെതിരെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ 50. ദിവസങ്ങൾക്ക് മുമ്പ് നാഗ്പൂരിൽ അഭിഷേക് ശർമ്മ കുറിച്ചിട്ട റെക്കോർഡിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത ഓവറിൽ ഇസോദിക്കെതിരെ റിവേഴ്സ് സ്വീപ്പിൽ മനോഹരമായൊരു ബൗണ്ടറി കുറിക്കുന്നുണ്ട് ഇഷാൻ. അതേ ഓവറിൽ തന്നെ സ്റ്റെപ്പ് ഓവർ ചെയ്തു വന്ന് സോദിയെ ഗാലറിയിലും എത്തിച്ചു. തൊട്ടടുത്ത ഓവറിൽ സാന്റ്നർക്കും കിട്ടി കണക്കിന് തല്ല്. ന്യൂസിലാൻഡ് നായകനെറിഞ്ഞ 8ാം ഓവർ അവസാനിക്കുമ്പോൾ ഇന്ത്യ 100 കടന്നിരുന്നു. 9ാം ഓവർ എറിയാനെത്തിയത് ഫോക്സ്. സ്ട്രൈക്കിൽ സൂര്യ. 12 പന്തിൽ 15 റൺസായിരുന്നു അതുവരെ ഇന്ത്യൻ നായകൻ്റെ സമ്പാദ്യം. എന്നാൽ ആ ഓവറിൽ സൂര്യ ട്രാക്കിലാക്കാനായി ഫോക്സിനെ സാന്റ്നർ കൊണ്ടുവന്നതാണോ എന്ന് തോന്നിപ്പോയി. 4 ഫോറും 1 സിക്സും സഹിതം 25 റൺസാണ് ഇന്ത്യൻ നായകൻ ആ ഓവറിൽ അടിച്ചെടുത്തത്. താൻ ഔട്ട് ഓഫ് ഫോം അല്ലെന്നും ഔട്ട് ഓഫ് റൺസ് ആണെന്നുമാണ് ഇക്കണ്ട കാലം അത്രയും സൂര്യ പറഞ്ഞുകൊണ്ടിരുന്നത്. കിവീസിനെതിരായ പരമ്പരയ്ക്ക് മുമ്പും അയാളുടെ ഫോം ആരാധകരെ സംബന്ധിച്ച് വലിയൊരു ആദി തന്നെയായിരുന്നു. എന്നാൽ നാഗ്പൂരിൽ നിന്ന് റായ്പൂരിലെത്തുമ്പോൾ ആ ആദികളൊക്കെ പതിയെ ആകാശം വിട്ട് ഒടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഫോക്സിൻ്റെ 2ാം പന്തിനെ ഒരു അപ്പർ കട്ടിൽ ബൗണ്ടറി കടത്തിയ സ്കൈ ആരാധകരെ വർഷങ്ങൾ പുറകിലേക്ക് കൊണ്ടുപോയി കാണണം. അയാളുടെ ബാറ്റിൽ നിന്ന് പിന്നെയും പറന്നു മനോഹരമായ കുറേ ഷോട്ടുകൾ. പെർഫെക്റ്റ് ടൈമിങ്ങും റിസ്ക് വർക്കുമൊക്കെ ഉൾച്ചേർന്ന അവ ആരാധകർക്ക് പഴയ സൂര്യയെ ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു. 10ാം ഓവറിൽ ഇഷാൻ വീണു. ഇന്ത്യയെ സുരക്ഷിതമായൊരു പൊസിഷനിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു അയാളുടെ മടക്കം. ഗൗതം ഗംഭീറും സഹതാരങ്ങളുമൊക്കെ അയാളെ ആലിംഗനം ചെയ്യുന്നത് കാണാമായിരുന്നു. 32 പന്തിൽ 76 റൺസാണ് ഇഷാൻ ആകെ അടിച്ചെടുത്തത്.
11 ഫോറുകളും 4 സിക്സും അയാളുടെ ബാറ്റിൽ നിന്ന് പ്രവഹിച്ചു. ബാറ്റ് വീശിയത് 237 സ്ട്രൈക്ക് റേറ്റിൽ. സൂര്യകുമായി ചേർന്ന് 3-ാം വിക്കറ്റിൽ ഇന്ത്യൻ സ്കോർ ബോർഡിൽ ഇഷാൻ ചേർത്തത് 122 റൺസാണ്. അതിനായി 50 പന്ത് തികച്ചെടുത്തിട്ടില്ലേ ആ ജോഡി. 11-ാം ഓവറിൽ സ്കൈ 50-യിൽ തൊട്ടു. നീണ്ട 24 ഇന്നിങ്സുകൾക്ക് ശേഷം അയാളുടെ ബാറ്റിൽ നിന്ന് നമ്മൾ കൊതിച്ചത് ലഭിച്ചിരിക്കുന്നു. അതും വെറും 23 പന്തിൽ. പിന്നെ ശിവൻ ദുബൈയും കൂട്ടുപിടിച്ച് ബാക്കി ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്ത്യൻ നായകൻ. 28 പന്ത് ബാക്കി നിൽക്കെ ഇന്ത്യ ആ വിജയലക്ഷ്യം മറികടക്കുന്നു. അതും ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും ഒക്കെ ഗ്രൗണ്ടിൽ എത്താതെ തന്നെ. 4-ാം വിക്കറ്റിൽ ദുബൈക്കൊപ്പം 81 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇന്ത്യൻ നായകൻ പടുത്തുയർത്തിയത്. 18 പന്തിൽ 3 സിക്സും 1 ഫോറും സഹിതം ദുബൈ അടിച്ചെടുത്തത് 36 റൺസാണ്. ഇന്ത്യൻ നിരയിൽ 3 പേർ ബാറ്റ് വീശിയത് 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ. 37 പന്തിൽ 82 റൺസ് അടിച്ചെടുത്ത സൂര്യയുടെ സ്ട്രൈക്ക് റേറ്റ് 221 ആയിരുന്നു. ഓപ്പണർമാർ വീണുപോയാൽ ഈ ടീം പതറിപ്പോകുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾക്കൊക്കെ കിവീസിനെതിരായ പരമ്പര ഉത്തരം നൽകുന്നു എന്നതാണ് ആരാധകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം. റിങ്കു സിംഗ് വരെയുള്ളവർ ട്രാക്കിലായി കഴിഞ്ഞു. അപ്പോഴും സഞ്ജു സാംസൺ ഒരു ചോദ്യമായി കിടപ്പുണ്ട്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും സഞ്ജു ആരാധകരെ നിരാശപ്പെടുത്തി കളഞ്ഞു. തിലക് വർമ്മ പരിക്ക് മാറി തിരിച്ചെത്തുന്ന ടീമിൽ ഫോമിലുള്ള ഇഷാൻ കിഷനെ കൂടെ പ്ലേസ് ചെയ്യണം. മോശം ഫോം തുടർന്നാൽ സഞ്ജുവിനെ എടുത്ത് പുറത്തിടാൻ ഗംഭീറിന് മറിച്ചൊന്നും ആലോചിക്കേണ്ടി വരില്ല. ഇഷാനെ ഓപ്പണിംഗ് സ്ലോട്ടിലിട്ട് തിലകിനെ 1 ഡൗൺ ആക്കിയാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നും ഉണ്ടാകില്ല. അവശേഷിക്കുന്ന 3 മത്സരങ്ങൾ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാകും. ലോകകപ്പ് ടീമിൽ ഇടമുറപ്പിക്കണമെങ്കിൽ ഫോമിലേക്ക് മടങ്ങിയെത്തിയേ തീരൂ.